ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണത്തിൽ ഈ വിൻസി അലോഷ്യസിനെ പോലെ സമാന അനുഭവം നേരിട്ട സിനിമയിൽ കൂടെ അഭിനയിച്ചിരുന്ന പുതുമുഖ താരം ശ്രുതി രജനികാന്ത് ബ്രേക്കിംഗ് ആസിനൊപ്പം. ശ്രുതി, കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. വിൻസി പറയുകയായിരുന്നു, വിൻസി കുറച്ചു മുമ്പ് നമ്മളോട് സംസാരിച്ചു. വിൻസി പറയുകയായിരുന്നു, ഇപ്പോൾ ശ്രുതി എന്ന് പേര് പറഞ്ഞില്ല, എന്നോടൊപ്പം സഹതാരമുണ്ടായിരുന്ന മറ്റു ആൾക്കും സമാനമായ അനുഭവമുണ്ട്, സെറ്റിൽ മൊത്തത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ക്ലിയർ ചെയ്യണം, ഞാനല്ല സഹതാരം, ആ സഹതാരം ഞാനല്ല. ഞാൻ വിൻസിനെ സപ്പോർട്ട് ചെയ്ത് വന്നത്. എനിക്ക് വിൻസിനെ ഒരു ആസ് എ ഫ്രണ്ട് അറിയാം. ഇപ്പൊ ഈ വിഷയം വിൻസി എന്നോട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിൻസി പ്രതികരിച്ചപ്പോ ഈ പറയുന്ന പോലെ ഭയങ്കര ഭീകരമായ ഒരു സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്കറിയില്ല ആരാണ് വിൻസിനോട് മോശമായി പെരുമാറിയത് എന്നുള്ളത്. ഞാൻ വിൻസിയുടെ കൂടെ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് പൊതുവെ നമ്മളുടെ ചുറ്റും നടക്കുന്ന ഒരു സംഭവമാണെന്നും ഒരാളെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് കണ്ട് വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഒരു പിന്തുണ അറിയിച്ചത്. ഓക്കെ, അത് വ്യക്തമായി. ശ്രുതി ഇപ്പോൾ സിനിമയിൽ കൂടി വന്നിരിക്കുകയാണല്ലോ, അപ്പോൾ ശ്രുതിക്ക് സമാനമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ലഹരി എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ മദ്യപാനം കാരണം സെറ്റില് ഒരു തവണ ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലായിട്ടല്ല, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഷൂട്ട് കുറച്ച് ദൈർഘ്യ നേരത്തേക്ക് നിർത്തി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ഞങ്ങൾക്കെല്ലാം അത് കാരണം പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോ ആ പോയിന്റിൽ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായി. പക്ഷെ എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് ഇതുപോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും അവിടെ ഒന്നും തന്നെ നടക്കാതിരുന്നതും ഉള്ള ഒരു സാഡ് റിയാലിറ്റിയും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. ശ്രുതി, ഇപ്പോൾ വിൻസി പറഞ്ഞത് വിൻസിയുടെ സെറ്റിൽ സംവിധായകനോട് പറയുകയും വിൻസിയും സംവിധായകനും ചേർന്ന് ഇയാളെ വോൺ ചെയ്തത് കൊണ്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു അനുഭവമാണ് വിൻസി പറഞ്ഞത്. അവിടെ ആ സിനിമാ സെറ്റിന്റെ ഒരു പിന്തുണ വിൻസിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ലാത്ത കാര്യമാണല്ലോ ശ്രുതി പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പരാതി കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ പരാതിപ്പെടാൻ ഈ പറഞ്ഞ താരങ്ങളൊന്നും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ശ്രുതി? അത് ഈ പറയുന്നത് പോലെ ഇപ്പൊ വിൻസി പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ഈ പറയുന്നത് പോലെ ചിലപ്പോ അവിടുത്തെ സംവിധായകരാകട്ടെ അവിടുത്തെ ക്രൂ മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ചില നിസ്സഹായ അവസ്ഥയിൽ ഈ പറയുന്ന ഇത്രയും പേർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഈ പരാതി കൂടുതൽ വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം വന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ തൊട്ട് ഓരോരുത്തർക്ക് മാറി മാറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറയുന്നത് പോലെ കുറെ പേര് ഇതിപ്പം വ്യാഖ്യാനിച്ച് എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്, എനിക്ക് ഇതുപോലെ ഇപ്പോഴല്ലേ വന്ന് പറയുന്നത് എന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം പേഴ്സണലി ഉണ്ടായിട്ടില്ല. ഈ ഒരു മദ്യപിച്ചിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അത് അപ്പോ തന്നെ പ്രതികരിക്കുകയും ഞാനും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളും പ്രതികരിക്കുകയും അത് സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് റിപ്പീറ്റഡ് ആകാതെ നോക്കിയിട്ടുമുണ്ട്. പക്ഷെ എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വെളിയിൽ പറയാൻ പേടിയുമാണ്. അത് പല കാര്യങ്ങൾ കൊണ്ടുണ്ടാവാം. അവർക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണിയാകാം, അവർക്ക് അവസരം കുറയുന്നതാകാം. അങ്ങനെ ഓരോരുത്തർക്കും കാരണങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ ശ്രുതി, ഇപ്പോൾ നോക്കൂ, കാലം അല്പം മാറിയിട്ടുണ്ട്, പഴയൊരു സാഹചര്യമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സിനിമാ സംഘടനകളും ആ തരത്തിൽ മാറാൻ നിർബന്ധിതമായ ഒരു സാഹചര്യമുണ്ടല്ലോ. ഇപ്പോൾ വിൻസിയുടെ കാര്യത്തിൽ തന്നെ വിൻസി താരസംഘടനയ്ക്ക് പരാതി നൽകുന്നുണ്ട്. അതോടൊപ്പം FFKയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നുണ്ട്. അപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കർശനമായ ഒരു തീരുമാനത്തിലേക്കും അന്വേഷണത്തിലേക്കും പോകാൻ സംഘടനയ്ക്കകത്ത് നിന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണല്ലോ ശ്രുതി. അപ്പോൾ ഇനി പരാതിയുള്ളവർ പരാതിപ്പെട്ട് മുന്നോട്ട് വരികയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് പരാതി പെട്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഇത് തേഞ്ഞു മാഞ്ഞു പോകും എന്നുള്ളത്. അതിന്റെ വാസ്തവം അവിടെ നിൽക്കേ പരാതിപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മള് ഓരോരുത്തരായി പുറത്ത് വരുമ്പോ ഇത്രയും സോഷ്യൽ മീഡിയയും ഇത്രയും ഇതും ആക്റ്റീവ് ആയിട്ടുള്ള മീഡിയയും ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഈ പോയിന്റില് ഇപ്പൊ തന്നെ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു അല്ലെ. ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടാണ് നമുക്ക് ഇത്രയും ആക്ഷൻസ് ഉണ്ടായതും. വീണ്ടും വിൻസി ഇന്നിപ്പോ പറഞ്ഞു ഷൈൻ ടോം ചാക്കോ ആണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ നമ്മൾ പോലീസുകാരെ തെരഞ്ഞു പോയതും ഒക്കെ ഭയങ്കര ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ആയിരുന്നു. അപ്പം എല്ലാരും ഇതുപോലെ പ്രതികരിച്ച് മുന്നോട്ട് വന്നാൽ
ഇൻ എ ലോങ് റൺ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ശരി, ഇപ്പോൾ ശ്രുതി, ഇപ്പോൾ വിൻസിക്ക് പിന്തുണ നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മോശം അനുഭവം, ഈ പിന്തുണയ്ക്ക് എതിരെ ആരെങ്കിലും സംസാരിച്ചോ, നേരിട്ടോ ഫോണിലോ? സംസാരിച്ച് കാണുമായിരിക്കണം. ഞാൻ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് അതിന് നീ ആരാ എന്ന് പറയുന്നത് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആരുമല്ല, ഞാൻ 5 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പം ഞാൻ ഇപ്പോഴും ഞാൻ ആരാ എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അതിനൊരു റീസൺ അതിന്റെ പിന്നിലുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. അത്രേ ഉള്ളൂ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഈ പരാതിയിൽ ഒരു നല്ല നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രുതി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ബോൾഡായ ഒരു പ്രതികരണം നടത്തിയത്.